മോമിനെ സംബന്ധിച്ച് ദുന്യവിയായ ഇൽമ് പറഞ്ഞൊരു ഇൽമ് ഇല്ല കേട്ടോ. ദീനിയായ ഇൽമ് മാത്രമേ ഉള്ളൂ. ഒരു മുഅ്മിനായ മനുഷ്യൻ നല്ല ലക്ഷ്യത്തോടുകൂടെ പഠിക്കുന്ന എല്ലാ വിവരവും ദീനിയായ ഇൽമാണ്. നല്ലൊരു ദീനിയായ ഒരു മനുഷ്യന് മൈക്ക നേരാക്കാൻ പഠിച്ചാൽ അത് ദീനിയായ ഇൽമാണ്. കാരണം മതപ്രസംഗം അതൊക്കെ ഉണ്ടാകുമ്പോൾ മൈക്കാരാക്കാൻ പറ്റും, ദീനിയായ ഇൽമാണല്ലോ. പള്ളിക്ക ഖുതുബ നടക്കുമ്പോൾ മൈക്കിൽ കൂടെ ഒച്ച വരുന്നില്ലെങ്കിൽ നേരാക്കാൻ പറ്റും. നല്ല മനുഷ്യൻ ഉപദ്രവമുള്ള ഇൽമ് എന്ന് പറഞ്ഞിട്ട് ഇൽമല്ല രണ്ടെണ്ണം, ആളാണ് രണ്ടെണ്ണം. ഉപകാരമുള്ള മനുഷ്യൻ എന്ത് പഠിച്ചാലും ഉപകാരം ഉണ്ടാവും. ഉപദ്രവമുള്ള മനുഷ്യൻ ഖുർആൻ പഠിച്ചാലും കാര്യമില്ല, നിക്കാരം 3 വക്തുള്ളൂ എന്ന് കിട്ടും. ശംസുലുലമയും ബാക്കവിയാണ്, ചേകനൂരും ബാക്കവിയാണ്. ശംസുലുലമ റഹിമഹുല്ല മഹാനവറുകളും ബാക്കവിയാണ്. ചേകനൂര് 3 വക്തേ ഉള്ളൂ എന്ന് കിട്ടിയ ഓനും ബാക്കവിയാണ്. വിവര പ്രശ്നം, വിവരത്തിൻ്റെ എല്ലാ പ്രശ്നം വിവരം ആരെടുത്ത് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഉപകാരമുള്ള മനുഷ്യൻ ഏത് വിവരം പഠിച്ചാലും ഉപകാരം ഉണ്ടാവും. ഉപദ്രവമുള്ള മനുഷ്യൻ ഏത് വിവരം പഠിച്ചാലും ഉപദ്രവേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉപകാരമുള്ള മനുഷ്യനാവണം. രണ്ടിലും ഒരുപോലെ പഠിപ്പിക്കണം. കുട്ടികളെ നന്നായിട്ട് വിജ്ഞാനം പഠിപ്പിക്കണം. ജീവിക്കാനുള്ള വിജ്ഞാനമാണ് ഏറ്റവും വലിയ വിജ്ഞാനം എന്ന് മനസ്സിലാക്കണം. 5ാമത്തെ കാര്യം, ഇമ്മിയും വാപ്പിയും മക്കൾക്ക് മനസ്സറിഞ്ഞ് തോരക്കണം. വാപ്പി ഇമ്മിയും മനസ്സറിഞ്ഞ് തോരുന്ന എല്ലാ കുട്ടികളും വലിയ കുട്ടികളായിട്ടുണ്ട്. വാപ്പയും ഉമ്മയും മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്ത എല്ലാവരും ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ ശ്രദ്ധേയന്മാരായിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നന്നായി മനസ്സറിഞ്ഞ് തോർക്കണം. സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആയുടെ അനന്തരഫലമാകുന്നു സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി തോർന്നിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബി ലാ തുഖ്സിനി ഹീന യുബാസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കൾക്ക് വേണ്ടി നല്ലോണം തോരക്കണം, നല്ലോണം തോരക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഹബിലന ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണമേ, മിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുരിയാതിന ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയുനിൻ കണ്ണിന് കുളിർമ നൽകണമേ, വജ്അൽന ഞങ്ങളെ നീ ആക്കണമേ, ലിൽ മുത്തഖീന ഇമാമ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതിനാണ് ഇണ എന്ന് പറയാം. ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കണ്ണിന് നനവ് തരണേന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു. കണ്ണ് എപ്പോഴാ നനിയ? നൊലൊളിച്ചാല്. കണ്ണ് നൊലൊളിച്ചാലാ നനിയ. എപ്പോഴാ നൊലൊളിക്ക? 2 സമയത്താണ് ഒരു മനുഷ്യൻ കരയുക. 1 ദുഃഖം കൂടിയാൽ, 2 സന്തോഷം കൂടിയാൽ. 2ൽ ഒരു കാരണം കൊണ്ട് ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിവരിൽ നിന്ന് ഒന്നുകിൽ ദുഃഖം കൂടിയിട്ട് കരയാൻ പറ്റണം, അല്ലെങ്കിൽ സന്തോഷം കൂടിയിട്ട് കരയാൻ പറ്റണം. അത് തരണേന്നാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്. ഏത് നേരക്ക് കരഞ്ഞാലും നല്ലതാണ്. അതുകൊണ്ട് ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന് നനവ് നൽകണേ. എപ്പോഴാണ് ഉണ്ടാവുക? രാത്രി ഭാര്യ അങ്ങനെ എഴുന്നേറ്റ് നോക്കി 3:30 മണിക്ക് 4 മണിക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് ഒളു ഉണ്ടാക്കി വന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടപ്പോ സന്തോഷം കൊണ്ട് 2 കണ്ണുനീര് വരുന്നതിനെയാണ് കണ്ണിന് കുളിർമ നൽകണേ എന്ന് പറയുന്നത്. മഗ്‌രിബിക്ക് മൂപ്പര് പള്ളിക്ക് പോയി ഇശാ നിസ്കാരവും അദ്ദാദൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വന്നപ്പോ ഭാര്യ ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതുന്നത് കണ്ടപ്പോൾ മൂപ്പർക്ക് നൊലോളി വന്നു. അതിൻ്റെ പേരാണ് ഭാര്യയിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകണേ. അങ്ങാടി പോയി തിരിച്ചു വന്നപ്പോൾ പേരക്കുട്ടി അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ മകന് ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേട്ടപ്പോൾ മൂപ്പർക്ക് നൊലോളി വന്നു. അതിൻ്റെ പേരാണ് മക്കളിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകണേ. ഓൻ വിജയിക്കും, ഓൻ വിജയിക്കും. അതന്നെ. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണ് കാണാത്തയാളായിരുന്നു എന്ന് മഹാനവറുകളുടെ താരീഖിൽ കാണാം. ഇമ്മ തോരുന്നതാണ്, ഉമ്മ തോരുന്നതാ.
ഉമ്മ ദുആ ചെയ്ത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് ഇൽമിൻ്റെ വഴിയിൽ മഹാനവറുകൾ സഞ്ചരിച്ചു. 4000 ഉസ്താദുമാരുണ്ടെന്നൊരഭിപ്രായം, 40,000 ഉസ്താദുമാര് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉണ്ടെന്ന് മറ്റൊരഭിപ്രായം. 4 എടുത്തോളി, മര്യാദക്ക് 4 ഉസ്താദന്മാരുണ്ട്. നമുക്ക് 4000 എടുത്തോളി. നിങ്ങൾ 4 ഉസ്താദന്മാര് മര്യാദക്ക് ഉണ്ടോ? 1ാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്കാനെ ഓർമ്മ ഉണ്ടോ? ഇല്ലല്ലോ. മൂക്കൊൽപ്പിച്ചിങ്ങാണ്ട് ഇങ്ങനെ ചെന്നപ്പോഴേ മൂപ്പര് കയ്യും പിടിച്ചിങ്ങാണ്ട് എഴുതി തന്നീന്നില്ലേ സ്ലേറ്റിൽ, ഓർമ്മ ഉണ്ടോ? ഇല്ല. നമ്മൾ വലിയ ആൾക്കാരാണ് ഇപ്പോൾ, ഗുരുവിനെ മറന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഉമ്മാൻ്റെ ദുആയാണ് സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വിജയം. അങ്ങനെ നമ്മളാണ് ചരിത്രം പരിശോധിച്ചാൽ ഇമ്മാൻ്റെ ദുആ കൊണ്ട് വിജയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നന്നായി ദുആ ചെയ്യണം. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് ഉമ്മാൻ്റെ ദുആയാണ്. ഉമ്മാരെ മനസ്സറിഞ്ഞ് നോക്കിയ എല്ലാ കുട്ടികളും ചരിത്രത്തിൽ അറിയപ്പെട്ടവരായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ നബി അലൈഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നും ആസർ എന്ന് പേരായത് മഹാനവറുകളുടെ എളാപ്പയാണെന്നുമാണ് സഹിയായ അഭിപ്രായം. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉമ്മ നോക്കിയതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ നോക്കിയതാണ്. വാപ്പല്ല, വാപ്പ ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മാരെ മനസ്സറിഞ്ഞു നോക്കിയ കുട്ടികളൊക്കെ വലിയ സംഭവമായി. അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഊല, ഉമ്മയാകുന്നു 1ാമത്തെ മദ്രസ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം, പക്ഷെ നിങ്ങളൊന്നും വരക്കൊണ്ടു. ഞാൻ വരുന്നുണ്ട്, എനിക്ക് ദ്വയന്നല്ലേ പണി, നിങ്ങളൊന്നും ഇറക്കി അവനാൻ്റെ കുട്ടികൾ നേരാകാൻ വേണ്ടി. അങ്ങനെയൊക്കെ നമ്മളെ വർത്താനേ. ഏത് ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയില്ല ഉസ്താദേ, അതായത് ഞാൻ ഇപ്പം ഏതായാലും നേരാവാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അതല്ല അപ്പം അതിൻ്റെ അർത്ഥം. ഞാൻ ഇപ്പം ഏതായാലും ഇങ്ങനെ ആയിപ്പോയി. അവനാ നേരാവാൻ തീരുമാനിക്കാതെ കുട്ടികൾ നേരാവുന്ന ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഉസ്താദെ ഞാൻ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പം ഇങ്ങനെയൊക്കെ നേരായിട്ടുണ്ട്, എൻ്റെ കുട്ടികളുടെ കാര്യത്തിലൊന്നും ദ്വാരക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ആദ്യം നമ്മളാണ് നേരാവാൻ തീരുമാനം, കുട്ടികൾ നേരാവും. അൽ വലദു സിർറു അബീഹി എന്നാണ്. അൽ വലദു സിർറു അബീഹി, വാപ്പാന്റെ രഹസ്യമാണ് മകൻ എന്നാണ്, അല്ലെങ്കിൽ മകൾ എന്നാണ്. മാതാപിതാക്കൾ എന്താ ഉള്ളത് വെച്ചാൽ അതാ കുട്ടികളിൽ ഉണ്ടാകുക. മദ്രസയിൽ വായിക്കണത് കുട്ടി കേട്ടു എന്നുള്ള ഉറപ്പാണ്. വേറെ എവിടെ നിന്ന് കിട്ടിയത്? അത് പെരേന്ന് കിട്ടി തന്നെയാണത്. അത് പെരയിൽ അതാണ്, ആ സാധനത്തിന്റെ പേരാ വിളിക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കുട്ടി മാർസിലെന്ന് അടുത്തിരിക്കുന്ന കുട്ടിനെ വിളിക്കും. അല്ലാതെ കുട്ടിക്ക് വഹിയുണ്ടോ? കുട്ടിക്ക് വഹിയൊന്നുമില്ല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ചില ഇൽഹാമാത്തുകൾ ചില കുട്ടികൾക്ക് ഉണ്ടാവാന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, അത് പെരേന്ന് വിളിച്ച തന്നെയാണ്. അങ്ങനെയൊക്കെയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് എന്താ പഠിപ്പിക്കണ വെച്ചാൽ അതുണ്ടാവും.